നാളെ എൻ്റെ അമ്മാക്ക് ഗതി വന്നല്ലോ റബ്ബേ. അല്ലാ ഈ പണ്ടാരം കിട്ടൂല. കുഞ്ഞാപ്പോ ഇജ് കൊറേ നേരമായാലും ചക്കറ്റ് നടക്കണ്. ആര് കാണ്ടാച്ചി അങ്ങോട്ട് വന്നതാണ്. എവിടൊക്കെ മണം കേട്ടിട്ടേ അവർക്കൊക്കെ കൊടുക്കണ്ട വെച്ചിട്ട് വന്നതാണ്. അപ്പൊ അത് കാണും ചെയ്തില്ലേ. ഞങ്ങക്ക് മൊത്തം ഞങ്ങൾക്ക് ഇല്ലടാ. ഇത് മൂത്തുമാർക്ക് കൊണ്ടിരിക്കാനുള്ളതാണ്. അപ്പൊ ചെറിയൊരു കഷ്ണം ഞങ്ങൾ എടുക്കുള്ളൂ. എവിടുന്ന കിട്ടിയത്? എവിടുന്ന കിട്ടി? ഉമ്മ പണി കഴിഞ്ഞ് വരുമ്പോ കൊടുന്നതാണ്. അപ്പൊ മൂത്തുമാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചക്ക വേണം ചക്ക വേണം. ഞങ്ങൾ തോനെ എടുക്കൂല. ചെറിയൊരു കഷ്ണം എടുക്കുള്ളൂ. അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ എനിക്ക് തന്നീന്ന്. എനിക്ക് വേണ്ട കുഞ്ഞാപ്പോ ചള്ള് ചക്കല്ലേ കണ്ടാ തന്നെ അറിയാം. എന്റെ അമ്മാരെ കാര്യം ഓർത്ത് ഞാൻ കൊറേ കരഞ്ഞിരിക്കുന്നു. ഇമ്മാക്ക് ഇമ്മാന്റെ എന്താ ചക്കക്കൂര് കളയാൻ പാടില്ല മോനെ. ചക്കക്കൂര് പോയി പോയിത്തിക്കണല്ലോ അത്. പോയിത്തിട്ടൊന്നുമില്ല കുഞ്ഞപ്പോ അന്ത് ഇവിടെ കൊടുന്നത് വെട്ടണ് ആൾക്കാര് കണ്ടാച്ചിട്ട് മണം കണ്ട ആൾക്കാർ കൊടുക്കണ്ടല്ലടാ. മൂത്തിക്കണ് എന്തായാലും ചക്കച്ചോളല്ലടാ. എന്നിട്ട് എന്താ ഇന്ന് മധുരം ഉണ്ടോ? ഇതൊക്കെ നല്ല പൊതിയാണ്. മധുരമൊന്നുമില്ല. മധുരമില്ല. പിന്നെ മോനെ എന്റെ അമ്മാന്റെ കാര്യം എടുത്ത് ഞാൻ കൊറേ കാര്യം. എന്താണ് അയൽവാസികൾ അവിടെ വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ടല്ലോ. വന്നപ്പോഴും ഇവിടെ ചട്ടും കൂടാണ്. ജോലി കാണരുത് വെച്ചിട്ട് ഇവിടെ ഒന്ന് വെട്ടണല്ലേ. അത് മണം കണ്ടു വരിച്ചിട്ടേ അതിനോട് പറയാ. ഇമ്മാക്ക് ഒക്കെ പോയില്ല ഇവിടുത്തെ പണിക്ക്. റാമിന്റെ പണിക്ക് അന്നിപ്പോ തിരുതാത്ത പെൻഷനായി വന്നല്ല 2 കൊല്ലായിട്ട്. ആ പണി എന്റെ ഉമ്മാക്ക് കിട്ടിയതാ. എന്നിട്ട് ഉമ്മ പോയില്ല. അത് ശരി. പോവാത്ത വിഷമാണ് ഇപ്പൊ എനിക്ക്. ഉമ്മാനോട് ആരൊക്കെ പറഞ്ഞത്രേ. ആ പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ റേഷൻ കാർഡിന് അരി കിട്ടൂല. ചുവന്ന കാർഡ് ചുവന്ന കാർഡല്ലേന്ന് ഇമ്മ ഒറ്റങ്ങളെ വാക്കം കേട്ടിട്ട് അപ്പൊ പറഞ്ഞത്രേ അനക്ക് അധികം പ്രായമായില്ലേ. ഇനി 1-2 കൊല്ലല്ലേ ഉണ്ടാവുള്ളൂ പണിയും. അപ്പൊ എനിക്ക് പെൻഷൻ കിട്ടൂല. അതുകൊണ്ട് ഇജ്ജ് പോണ്ടാന്ന് സൂര്യക്കാറ്റിയോള്. എന്നിട്ട് എന്നോട് പറയാൻ ഇമ്മ പണിക്ക് പോയില്ല. ഇപ്പൊ തിത്തിൻതാത്താക്ക് പെൻഷൻ കിട്ടി തുടങ്ങി. 2 കൊല്ലാറുണ്ട്. 10 കൊല്ലായി പോരാ അവിടെ. പോണ്ടാച്ചിട്ട് പറഞ്ഞാവും. എന്നിട്ട് മോനെ നിമ്മ പോവും ചെയ്തില്ല. അപ്പൊ ഇപ്പൊ എന്നിട്ട് തിത്തിൻതാത്ത പറയാ ഇപ്പൊ പെൻഷൻ കിട്ടുന്നുണ്ട്. അത് ഒപ്പം നിന്നല്ലേ. അപ്പൊ ആ ഖേദം പറഞ്ഞിട്ട് ഇമ്മ കൊറേ കരഞ്ഞു. ആ പറഞ്ഞ ആൾക്കാർ ഇപ്പൊ പറയാത്രേ നിങ്ങൾക്ക് അതിന് പോവാനില്ലേ. നിങ്ങൾക്ക് ഇപ്പൊ പെൻഷൻ കെട്ടിട്ട് സുഖമായി ജീവിക്കാനില്ലേ. എന്താ ചെയ്ത് ഇജ്ജി ഈ വർത്താനം ആദ്യം പറഞ്ഞാ വെച്ചു. അപ്പൊ പെണ്ണിയെത്തി പറഞ്ഞത്ര ഞാനൊന്നും അങ്ങോട്ട് പറഞ്ഞില്ല. നിങ്ങൾക്ക് കേട്ട പയച്ചതാണ്. ഇനിയിപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞാലും നിങ്ങൾക്ക് പോയാ പോരെ. ഞാൻ എന്റെ പോനെ. എന്നിട്ട് ഉമ്മ പറഞ്ഞിട്ട് അസൂയാണ് ആൾക്കാർക്ക്. അല്ലെങ്കിൽ അമ്മക്ക് കിട്ടി. ഞങ്ങളെ കഷ്ടപ്പാടൊക്കെ മാറി. ഇപ്പൊ കുഞ്ഞാപ്പൊക്കെ നല്ല നിലയിൽ എത്തിയത് അതിന്റെ അസൂയ തന്നെയാണ്. ഇപ്പൊ അസൂയാണ് എല്ലായിടത്തും. മൊത്തത്തില് അസൂയക്കാരാണ്. ഒരാള് തിന്നണ ഒരാൾക്ക് കണ്ടൂടാ. ഒരാള് പൈസക്കാരനാണ് മറ്റാൾ കണ്ടൂടാ. അങ്ങനൊക്കെ ഉള്ളത് തന്നെ. എന്താ ചെയ്യണ് കുഞ്ഞാപ്പോ? ഭാഗ്യം പോണല്ലോ. പേര് വെക്കാനാണ്. 2-3 കുഞ്ഞാപ്പോ എന്റെ താളൊക്കെ മനസ്സിലാക്കണേ. മൂത്തമ്മക്കാന്ന് പറഞ്ഞിട്ട് ഒറ്റക്ക് തിന്നാനുള്ള പരിപാടി അല്ലേ? ശരി. വലുതാണെങ്കിൽ ഞങ്ങൾക്കൊരു കഷ്ടം തന്നെ ഞങ്ങൾക്കൊക്കെ സന്തോഷമുള്ളൂ. അത് ചെറിയ ചക്കായ കാരണം ഞങ്ങൾക്ക് തരാനില്ല. കലഞ്ഞാടാ നടക്കുന്നത്. എന്നാലും ഒരു കഷ്ണം തരൂല. ഇല പൊട്ടിച്ചിട്ട് ഇപ്പൊ ഇന്ന് ഇത് തിന്നോ? ഇത് ഇന്ന് തിന്നൂല. ഇത് ഇപ്പേര് തിന്നൂ. പച്ച തിന്നൂല. ആർക്കോ കൊടുക്കാനാന്ന് പറഞ്ഞ്? മൂത്തമാക്ക് കൊടുക്കാനോ. മൂത്തമാക്ക് ഈ ചക്കൊന്നും വേണ്ട. അല്ല പറഞ്ഞാണ് ആ ഐഡിയ പറഞ്ഞിട്ട് എനക്ക് തിന്നാനല്ലടാ കുഞ്ഞാപ്പോ. ചക്കനോട് താല്പര്യം. പിന്നെ
തിന്ന് തീർക്കണ്ട ഉമ്മ വരുമ്പോഴത്തേന് തിന്ന് തീർക്കണ്ട. ആ താല്പര്യമില്ലാറുണ്ട്. വലിയ ഇഷ്ടമൊന്നും ഇല്ല, ഒന്നും കൂട്ടാൻ കിട്ടിയെന്ന്. അത് ശരി. അപ്പൊ ചക്ക തിന്നു. അപ്പൊ ഇജ്ജല് നേരത്തെ ഞാൻ രാവിലെ നല്ല വെട്ടി കുടിക്കുന്ന വന്നപ്പോ അത് രാവിലെ ഉച്ചക്കത്തെ കാര്യമാണ്. ഉണക്കല് തിന്നാൻ പോവോ? ഉണക്കല് കൂടുതൽ തിന്നണ്ട കുഞ്ഞപ്പോ, ചോറ് കഴിച്ച അത്ര പ്രഷർ കൂടും. ഇന്നിപ്പോ ഞാനെന്താ വേണ്ട ഇജ്ജ് തിന്നല്ലേ? ഞാൻ പോട്ടെന്നാ. എനിക്ക് ഒതി കൊണ്ട ആർക്ക്? എനിക്ക് ബോധ്യം പെടൂല. എനിക്ക് ഒതി കൊണ്ട അഞ്ച് പൈക്കന്ന. ഇനി അങ്ങോട്ട് കേറണ്ടാ? ഇന്നിപ്പോ ഇതിപ്പോ കെട്ടി കളിക്കാവും. ഉണ്ടേ പോരാണ്ട് എന്നാ കൊണ്ടക്ക്. ഞാൻ കൊണ്ടുവച്ചോണ്ട് എന്നായിക്കോട്ടെ.